ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. നമ്മൾ കസിൻസെല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് നൈറ്റ് ഡ്രൈവിന് പോയിട്ടുണ്ടായിന്. അപ്പം അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം എന്തായാലും ഫുള്ളായിട്ട് കാണാം, ഇഷ്ടമെങ്കിൽ ലൈക്കും കൂടി ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ഒരു ദിവസം രാത്രി എന്ന് പറയാനില്ല, ഒരു 7 മണിയായ സമയത്ത് നമ്മൾ കസിൻസെല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാം, ഫുഡ് കഴിക്കാൻ പോകാമെന്നെല്ലാം പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം ഞാൻ തിരിച്ച് പാലക്കാടേക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അത് മാത്രമല്ല കസിൻസ് എല്ലാം വീട്ടിലുണ്ടായിന്, എല്ലാവരും രാവിലെ തിരിച്ചു പോകുന്നതുമാണ്. അപ്പം നമ്മൾ വിചാരിച്ച് ഏതായാലും ഒന്ന് ഡ്രൈവിന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. പിന്നെ ഇല്ലേ, കസിൻസ് എല്ലാം എപ്പോഴും നമ്മളെ വീട്ടിലൊന്നും ഉണ്ടായില്ല കേട്ടോ. അവരെന്തെങ്കിലും ഫങ്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ മാത്രമേ വരലുള്ളൂ. വന്നാൽ തന്നെ ഒരു ദിവസം മാത്രമേ സ്റ്റേയും ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനെ വീട്ടിൽ ചെറിയൊരു ഫങ്ഷൻ ഉണ്ടായാലും വന്നതാണ് എല്ലാവരും. അപ്പം എല്ലാവരും ഒന്നും ഇല്ല കേട്ടോ, അമ്മ 2-3 ആൾ മാത്രമേ ഉള്ളൂ, ബാക്കി ആരും ഇല്ല. ബാക്കി എല്ലാവരും ഫങ്ഷൻ കഴിഞ്ഞാടും പോയിട്ടുണ്ടായിന്. അപ്പം ഇല്ലവർ നമ്മൾ കുറച്ചാൾ മാത്രം ഒന്ന് പോയതാണ് കേട്ടോ. ഇതിലെൻ്റെ 2 ഇത്താത്തമാരുണ്ട്, ബാക്കി എൻ്റെ ഇളയതാണ് കേട്ടോ ബാക്കിയെല്ലാവരും. അപ്പം ആരും ഫേസൊന്നും ഞാൻ കാണിക്കുന്നില്ല, ആർക്കും ഫേസ് കാണിക്കുന്നതിനോട് വലിയ ഇഷ്ടമില്ല. അപ്പം അങ്ങനെ നമ്മൾ കുറച്ചൊന്ന് ചില്ലാക്കിയിട്ട് പോവാണ് കേട്ടോ. പിന്നെ ഇല്ലേ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, എൻ്റെ വീഡിയോ കാണുന്നവർ എന്തായിട്ടും എന്തെങ്കിലും ഒന്ന് കമൻറ്റ് കൂടി ചെയ്യാട്ടോ. കാരണം എൻ്റെ ഏതുപോലുള്ള വീഡിയോ വേണ്ടതെന്ന് ഒന്ന് കമൻ്റ് ആക്കണം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി വീഡിയോ ഇടാനും ഷൂട്ട് ചെയ്യാനെല്ലാം ഇൻട്രസ്റ്റ് തോന്നല് കേട്ടോ. പിന്നെ എന്തായിട്ടും വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാട്ടോ. പിന്നെ ഇല്ലേ, വണ്ടിയിൽ സോങ് വെച്ചോണ്ട് ഓൺ വോയിസ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. കോപ്പി റേറ്റ് അടിക്കുന്നതുകൊണ്ട് ഞാൻ ഓൺ വോയിസ് കൊടുത്തിട്ടില്ല. പിന്നെ വെച്ചാൽ അപ്പം നമ്മൾ പാട്ടെല്ലാം വെച്ച് നല്ല ചില്ലായിട്ട് നല്ല ജോളിയായിട്ട് കുറേ വർത്താനെല്ലാം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നമ്മൾ പോകുന്നുള്ളത്. അപ്പം നമ്മൾ പോയത് പയ്യന്നൂരേക്കല്ലേ. അപ്പം അവിടെ എൻ്റെ വേറൊരു കസിൻ എൻ്റെ ഇളയമാൻ്റെ മോൾ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിന്. അപ്പം നമ്മൾ നേരെ ജസ്റ്റ് ഒന്ന് അവളെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായത്. പിന്നെ ഇല്ലേ, നമ്മൾ എന്താ ഇങ്ങനെ പോകുന്നതെന്നറിയോ, നമ്മൊരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എന്ത് സർപ്രൈസ് അല്ലേ. എങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയൊരു സന്തോഷം അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വരുമെന്ന് എന്തായിട്ടും അവർ വിചാരിക്കുന്നുമില്ല, നമ്മളാണെങ്കിൽ വിളിച്ച് പറഞ്ഞിട്ടുമില്ല. അപ്പം നമ്മൾ പോകുന്നത് പെട്ടെന്ന് അവർക്കൊരു ഷോക്കായിരിക്കും. മാത്രമല്ല നമ്മൾ എല്ലാവരും ഉണ്ടല്ലോ, അങ്ങനെ നമ്മൊരു ചെറിയൊരു സർപ്രൈസ് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ സർപ്രൈസായിട്ട് പോയതിൽ നല്ല കാര്യം ഉണ്ടായിന്. കാരണം വെച്ചാൽ അവർ നല്ല ഷോക്കായിട്ടുണ്ടായിന് കേട്ടോ. അവിടെ ഇളയമ്മ മോള് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ കുറേ സമയം അവിടെ ഇരുന്ന് വർത്താനെല്ലാം പറഞ്ഞിട്ട് തിരിച്ച് നമ്മൾ പോലാണ്. മാത്രമല്ല നമ്മൾ എല്ലാവരും വന്നതല്ലേ, കുട്ടികളെല്ലാം ഇല്ലല്ലേ. അപ്പം അധികം ലേറ്റായ വീട്ടിൽ നിന്ന് പറയണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ പോന്നെയാണ് കേട്ടോ. പിന്നെ വെച്ചാൽ നമ്മൾ മെയിനായിട്ട് വന്നത് ഫുഡ് കഴിക്കാനും കൂടിയല്ലേ. അപ്പോൾ ഇനിയിപ്പം ഫുഡും കൂടി കഴിക്കണം. അപ്പം നല്ല തിരക്കൊന്നും ഇല്ലാത്തൊരു റെസ്റ്റോറൻറ്റ് തപ്പിയിട്ട് പോലാണ് കേട്ടോ നമ്മൾ. അങ്ങനെ ഇല്ലേ, ലാസ്റ്റ് വലിയ തിരക്കൊന്നുമില്ലാത്ത ഒരു റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി എല്ലാത്തിലും ഭയങ്കര തിരക്കായിരുന്നു. ഒന്നാമത് നൈറ്റാണ്, ഫുഡ് കഴിക്കുന്ന ഒരു ടൈമും കൂടിയാണ്. അപ്പം നമ്മൾ വിചാരിച്ച് വലിയ തിരക്കൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ചെറിയൊരു റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഈ കാണുന്ന റെസ്റ്റോറൻറ്റിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പുറത്ത് തന്നെ നല്ല വൈബും കാര്യമെല്ലാം ഉണ്ടായിന്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഉള്ളിൽ കയറണ്ട, പുറത്ത് തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുറത്ത് തന്നെ ഇരുന്ന് ഫുഡ് കഴിച്ചാണ് കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു, നല്ല ഷവായും പൊറോട്ടയെല്ലാം ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നത്. അങ്ങനെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് കുറച്ച് സമയം അവിടെ ഒന്ന് ഫോട്ടോ എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ച് പോലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പം വീട്ടിലെത്തുമ്പം ഒരു 10
10:30 ആയിട്ടുണ്ടായിന് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പം. അങ്ങനെ നമ്മൾ വന്ന പോലെ തന്നെ തിരിച്ചു പോകുമ്പോൾ നല്ല ജോളിയായിട്ട് പാട്ടെല്ലാം വെച്ച് കുറേ വർത്താനെല്ലാം പറഞ്ഞ് അങ്ങനെ നല്ല ചില്ലാക്കിയിട്ട് നമ്മൾ തിരിച്ചു പോകലാണ് കേട്ടോ. പിന്നെന്താ, അപ്പം ഇത്രയൊക്കെ തന്നെ കേട്ടോ അന്ന് ഒരു നൈറ്റിലുണ്ടായ വിശേഷങ്ങൾ. അപ്പം മാക്സിമം വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ പിന്നെന്താ പറയാനുള്ളത്, ഇത്രയൊക്കെ തന്നെ കേട്ടോ വിശേഷങ്ങൾ. അങ്ങനെ നമ്മൾ ഒരു 10:30 ആകുമ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടായിന്. അപ്പോൾ ഇൻഷാ അല്ലാ വീഡിയോ ഇടിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടമെങ്കിൽ എന്തായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.